അപ്പച്ചാ ആദ്യം മോളിലാ കഴുക. നീ സ്വർണ്ണമുഖി വാഴയുടെ ഉയരണ്ടല്ലടാ. പിന്നെ മോളിലേക്ക് നിനക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ കാണില്ലേ? നീയാ കഴിക്കിയത്. ഓ ഞാനെങ്ങാനും ഒരു റൗണ്ട് ഓടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരാറില്ലല്ലോ. ഓടിക്കാൻ ആൾക്കേ കഴുകാൻ അറിയണം. മോളിൽ നിന്ന് ഒഴിച്ച് കഴുകിക്കോടാടി. കല്ലെടുത്തറിയോ? അപ്പച്ചാ പുലിവാൽ കല്യാണം കണ്ടിണ്ടാ? ഇല്ല. ആ അപ്പൊ കുഴപ്പമില്ല, എവിടെ ഇരിക്കുക. ഒരു കല്യാണം കഴിച്ചെന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. ഇനി പുലിവാല് കല്യാണം. കഷ്ടപ്പെട്ട് കണ്ടൂടെ? സ്വന്തം അപ്പനല്ലേ കാലുമ കാലേറ്റ് കപ്പലെടുത്ത് തിന്നിരിക്കൂടെ? മോളെ, പഴയ കാലത്തെ കാരണന്മാര് തെങ്ങ് വെക്കും. 5 കൊല്ലം കഴിഞ്ഞ് 4 കായ കിട്ടുന്ന വെച്ചിട്ട്. ഇതുപോലത്തെ സാധനം ഉണ്ടായ വല്ല ഗുണണ്ടാ? അതുപോലെ എനിക്ക് ഉണ്ടായിട്ട് ഒരു ഗുണവുമില്ല. മോള് വന്ന് 4 കപ്പ് വെള്ളം ഒഴിച്ചു തന്നെ. ചെല്ലി മണ്ടരി പിടിക്കാത്ത നീ പോയി വെള്ളം ഒഴിച്ചു കൊടുക്ക്. എനിക്കൊന്നും പറ്റത്തില്ല. പൂജവെപ്പായിട്ട് 2 ദിവസം മുടക്കിട്ടുള്ളൂ. ആ ദിവസം ഞാൻ അച്ഛൻ്റെ മോൻ്റെ ഒപ്പം കാറ് കൊടുക്കാൻ നിൽക്കല്ലേ. പിടിച്ചതിനെക്കാട്ടിലും വലുതാ പൊത്തിലിരിക്കണേ. എന്റെ അപ്പച്ച ഇപ്പൊ പൂജ കോളിഡ്സിന്റെ മുടക്കല്ലേ. ഈ കൊച്ചിനെ കൊണ്ട് എവിടേക്കിലൊക്കെ ഒന്ന് പൊക്കോടെ നാട് കാണിക്കാൻ. എന്നെയോ ചെറുപ്പത്തിൽ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് ലോകം മൊത്തം പറഞ്ഞു നടക്കുന്നത് എന്താ? ലേഡി ബേർഡിന്റെ കൊട്ടയിലിട്ടിട്ട് അവനെ യാത്ര ചെയ്യിപ്പിച്ചു നിന്ന്. എവിടേക്കാ പോയെന്ന് എനിക്കെല്ലാം അറിയുള്ളൂ. എന്റെ അരയിലിരിക്കുന്ന പാൽക്കുപ്പിക്ക് പകരം അപ്പച്ചൻ ബീവറേജ് തന്ന കുപ്പി കൊണ്ടിട്ട് വീട്ടുകാരറിയാണ്ട് എന്റെ അരയിലല്ലേ വെച്ചത്. എനിക്കറിയാം, നല്ല ഓർമ്മയുണ്ട് അത്. പണ്ട് നീ അടക്കാർന്ന, ഇപ്പൊ നീ അടയ്ക്കാമരായി. ഇനി നീ കൊണ്ട് നടക്കണ ക്ലാവിനെ അതിന്റെ കാശൊക്കെ നീ പറഞ്ഞു പറ്റിച്ച് മേടിക്കാറില്ലേ? അയ്യ ഞാനെന്തിനു കൊണ്ടുപോകണം? ഇതേ നിങ്ങളുടെ മോളുടെയും എന്റെ അളിയന്റെ സന്തതിയില്ലേ പ്രൊഡക്ഷൻ അവര് ടാക്സ് അടക്കാൻ ഞാനാ. നടക്കില്ലേ പരിപാടി? നീ എന്തിനു ഇവിടെ നിൽക്കണം? മീശുള്ളവർ സംസാരിക്കുന്ന സത്യത്തിൽ നിനക്ക് എന്ത് കാര്യം? നീ പോയി മീശ മുളച്ചിട്ട് വാ പോ. സഞ്ജോ അപ്പനെന്തേ? അപ്പച്ചാ ഇതേ പിരിവാരം തോന്നുന്നു. വേമന്നേ മതി കുറച്ച്. അയ്യോ ഞങ്ങൾ പിരിവാറില്ല, ഇന്ന് പൂജ വെപ്പല്ലേ. വൃത്തിയുള്ള 2 ബുക്ക് ഉണ്ടാവൂ, ഒന്ന് മറക്കാനാ. 2 ദിവസത്തേക്ക് മതി, പൂജ വെച്ചിട്ട് തിരിച്ചുതരാന്നേ. അതെ കാറിന്റെ RC ബുക്ക് മതിയാ? അയ്യോ അത് പറ്റില്ല. എന്നാ പിന്നെ റേഷൻ കാർഡാവാ. കാർഡ് പറ്റില്ല, ബുക്ക് തന്നെ വേണം. അയ്യ അത് പുസ്തകം പോലെയാടാ. അതും പറ്റില്ലേ? എന്നാ പിന്നെ ഞാൻ കടം മേടിക്കുന്ന പറ്റുന്ന ബുക്ക് ഉണ്ട്. അത് പറ്റില്ല. അപ്പച്ച എന്നിട്ട് പറയണേ ഈ പറ്റ് ബുക്കൊന്നും ശരിയാവില്ല. ഫേസ്ബുക്ക് മതിയാ? എന്റെ മനം ഞങ്ങൾ ക്രിസ്ത്യാനികളാടാ. ഞങ്ങളൊന്നും പൂജയ്ക്ക് വെക്കാറില്ല. വന്ന് കയറി മാറിച്ച് തട്ടികളയില്ലാട്ടാ. അല്ലാണ്ട് പിന്നെ ആ വളവിലുള്ള പ്രാഞ്ചേട്ടല്ലേ അങ്ങോട്ട് കഴിഞ്ഞ കൊല്ലം ചെക്ക് ബുക്ക് പൂജയ്ക്ക് വെച്ചപ്പോഴാണ് അങ്ങോട്ട് പൂജ ആവാൻ അടിച്ചത്. അതെന്ത് വണ്ട സാധനം നോക്ക്. അപ്പച്ച എന്തുട്ടി ആലോചിച്ച് നിക്കണ? എടുത്ത് കൊടുക്കപ്പച്ച. അടിച്ചു കഴിഞ്ഞാലേ കാറ് കഴുകാൻ നമുക്ക് ആളെ നിർത്താം. അല്ലാണ്ട് വെറുതെ അപ്പച്ചന്റെ ജീവിതം ഇങ്ങനെ ഉറച്ചുറച്ച് തരും. എടുത്ത് കൊടുക്കപ്പച്ച. നിങ്ങൾ വാങ്ങിയറാ.